ഗായ്സ്, ഞാൻ റീസെൻ്റ്ലി ഒരു യൂട്യൂബ് വീഡിയോ കണ്ടു. അപ്പോൾ അതിനകത്ത് ഒരു സ്ത്രീ അവരുടെ കയ്യിൽ സൂചിയുണ്ട്, അതിൻ്റെ പേര് കാനുല എന്നാണ്. അപ്പം അവർ ഹസ്ബൻഡിനോട് പറയുന്നുണ്ട് ദിസ് ഇസ് കാനുല, അല്ല ഇത് കാനുല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ പുള്ളിക്ക് മനസ്സിലാവുന്നില്ല, കാ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. നിങ്ങൾക്കെല്ലാം ഫേമസ് ആയ ഒരു വീഡിയോ ആണ്, ഒരു യൂട്യൂബറാണ്, നിങ്ങൾക്കെല്ലാം മേ ബി കണ്ടിരിക്കാം. ഞാൻ അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്കിച്ചിരി ലൈക്ക് ഒരു ഇൻഫോർമേറ്റീവായ കാര്യം എല്ലാവരിലേക്ക് ഷെയർ ചെയ്യണം എന്ന് തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്തത്. സോ എൻ്റെ ഈ കയ്യിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്ന ആ സാധനത്തിൻ്റെ പേര് കാനുല എന്നാണ് കേട്ടോ. സോ കാനുല എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്നുള്ളത്, നമ്മുടെ ഇപ്പം നമുക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ ഫുഡോ ഫ്ലൂയിഡോ അല്ലെങ്കിൽ മെഡിക്കേഷൻസോ ഒക്കെ കഴിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, ഓറലി നമുക്ക് പറ്റാത്ത സിറ്റുവേഷൻസ് ആണ്. അതായത് വായു വഴി നമുക്ക് അത് എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ നമ്മുടെ വെയിനിലേക്ക് നമുക്ക് ഇഞ്ചെക്ട് ചെയ്ത് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അത് എത്തിക്കുക എന്നുള്ളതാണ് ഈ സാധനത്തിൻ്റെ ഉദ്ദേശം. സോ ഇതിൻ്റെ പേര് കാനുല എന്നാണ്. സാധാരണ ആൾക്കാർക്ക് അതിനെപ്പറ്റി ഫെമിലിയർ ആവേണ്ട ആവശ്യമില്ലല്ലോ. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ വേർഡൊന്നും അധികം അറിയാത്തത്. സോ പേര് മറക്കണ്ട, കാനുല. സോ ഇതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മെഡിക്കേഷൻസ് ഉള്ളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് ഉള്ളിലേക്ക് എത്തിക്കുക. നമുക്ക് വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, മെഡിക്കേഷൻസ് ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ ഇതായിരിക്കും നമ്മുടെ സോഴ്സ്, ഈ കാനുല. ആൻഡ് ഇത് കയ്യിലുള്ളവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, കയ്യിലോ കാലോ എവിടെയാണെന്ന് വെച്ചാൽ, ചിലപ്പോൾ കൈയാണ് നമ്മുടെ ഏറ്റവും അനുയോജ്യമായ പ്ലേസ് ഇത് നമുക്ക് സൈറ്റ് ചെയ്യാൻ. പക്ഷേ ചില സമയത്ത് നമ്മുടെ കയ്യിൽ തന്നെ നമുക്ക് കിട്ടണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമുക്ക് ചിലപ്പോൾ കഴുത്തിൽ, അതായത് നമ്മുടെ ഇവിടെ ബിഗ് വെയിൻസ് ഉണ്ട്, കഴുത്തിൻ്റെ രണ്ട് സൈഡിൽ ഇന്റേണൽ ജുഗുലാർ വെയിൻസ് എന്ന് പറയുന്ന ബിഗ് വെയിൻസ് ഉണ്ട്. ആ വെയിനുകളിലേക്ക് ചിലപ്പം കാനുല ഇൻസേർട്ട് ചെയ്യും. അത് ആക്ച്വലി കാനുല എന്നല്ല പറയുന്നത്, അതിന് സെൻട്രൽ ലൈൻ എന്നാണ് പറയുന്നത്. അതായിരിക്കാം ഇൻസേർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ചിലപ്പോൾ ചിലർക്ക് ചെസ്റ്റിൽ കാണും, അത് ചെസ്റ്റിൽ നിന്ന് ഇങ്ങനെ ലൈൻ കൊടുത്തിരിക്കും, അതിനെ സബ്ക്ലേവിയനിലാണെന്നാണ് പറയുന്നത്. ഈ ടെർമിനോളജീസ് ബിറ്റ് ഡിഫിക്കൽട്ടാണ്, പക്ഷേ പർപ്പസ് സെയിം ആയിരിക്കും. നമ്മൾ ബ്ലഡ് സ്ട്രീമിലേക്ക് നമ്മൾ മെഡിക്കേഷൻസ് അല്ലെങ്കിൽ ഫ്ലൂയിഡ്സ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ എല്ലാം പർപ്പസ്. അല്ലെങ്കിൽ ചിലപ്പോൾ കാലിലൊക്കെ ഇൻസേർട്ട് ചെയ്യും. സോ കയ്യിൽ കാനുല കിട്ടാത്ത സാഹചര്യങ്ങളിലാണ് കാലിടുന്നത്. നോർമൽ കേസസിൽ നമ്മൾ കാനുല കാലിലിടാൻ നമ്മൾ ശ്രമിക്കാറില്ല. കാരണം മെയിൻലി കോംപ്ലിക്കേഷൻസ് ആണ്. കയ്യിൽ കാനുല ഇടുന്നതിനേക്കാളും ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ് കാലിടുന്നുണ്ട്. സോ പ്രിഫറബിളി നമ്മൾ കൈയാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. പിന്നെ ഈ കാനുല ഉള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത്, ഇത് ഭയങ്കര ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷൻ ആണ്. അതായത് ഇത് നമ്മുടെ സ്കിൻ എന്ന് പറയുന്നത് നമുക്കൊരു ഭയങ്കര പ്രൊട്ടക്ഷൻ തരുന്ന ഒരു ഓർഗനാണ് അല്ലേ. അപ്പോൾ ഈ സ്കിന്നിന് ബ്രേക്ക് ചെയ്താണ് നമ്മൾ ഈ കാനുല ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ കാനുല വഴി നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് ഔട്ട്സൈഡിൽ നിന്നുള്ള ഓർഗാനിസംസ് കയറാനുള്ള ഒരു സോഴ്സായിട്ട് ഈ കാനുല കാരണമാകാം. സോ അത്രയ്ക്ക് ഹൈജീനിക് ആയിട്ട് മാത്രമേ നമ്മൾ ഈ കാനുല ഹാൻഡിൽ ചെയ്യാവുള്ളൂ. സോ അതുകൊണ്ട് തന്നെയാണ് നഴ്സസോ അല്ലെങ്കിൽ ഡോക്ടേഴ്സോ ഇത് ഡീൽ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകം കെയർഫുൾ ആകാറുണ്ട്. ഒരു സോഴ്സ് ഓഫ് ഇൻഫെക്ഷനും അകത്ത് പോവാണ്ട് അവർ പ്രൊട്ടക്ഷൻ ചെയ്യും. സോ നോർമലി ഈ കാനുല നമുക്ക് പറയുന്ന ലൈഫ് സ്പാൻ എന്ന് പറയുന്നത് 3 ദിവസത്തെ കൂടുതൽ ഈ കാനുല ഇരുന്ന വീണ്ടും അതുവഴിയുള്ള ഇൻഫെക്ഷൻസിന് സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. സോ 3 ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഈ കാനുല എടുത്തിട്ട് വേറെ സ്ഥലത്ത്, ഇൻ കേസ് അതിനേക്കാളും ദിവസം നമുക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ സ്ഥലത്തേക്ക് റീസൈറ്റ് ചെയ്യണം. അതാണ് മെഡിക്കലി എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത്. ചില കേസസിൽ ചിലപ്പോൾ ഇത് പോസിബിൾ ആവണമെന്നില്ല. ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ കാര്യത്തിൽ, കുഞ്ഞു ബേബീസിൻ്റെ കാര്യത്തിൽ 3 ദിവസം നമുക്ക് 3 ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം റീസൈറ്റ് ചെയ്യുക എന്നുള്ളത് വളരെ ഡിഫിക്കൾട്ടായ കാര്യമായിരിക്കും. അപ്പോൾ ഇൻ കേസ് ആ സിറ്റുവേഷൻസിൽ നമുക്ക് വേണമെങ്കിൽ അത് 5 ഡേയ്സിലേക്കോ അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. പക്ഷേ വളരെ ഹൈജീനിക് ആയിട്ട് മാത്രമേ നമ്മളിത് ഹാൻഡിൽ ചെയ്യാവുള്ളൂ. ആസ് എ പേഷ്യൻ്റ് നിങ്ങളിത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഒരിക്കലും ഈ ഡ്രസ്സിങ് വെറ്റ് ആക്കരുത്, ഡ്രൈ ആക്കി തന്നെ വെക്കണം. ഇൻ കേസ് വെറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഡ്രസ്സിങ് മാറ്റാൻ നിങ്ങൾ സജസ്റ്റ് ചെയ്യണം. പിന്നെ നമുക്ക് ഹാൻഡ് ഹൈജീൻ പക്ക കീപ്പ് ചെയ്യുക.
ദെൻ പ്രൊട്ടക്റ്റ് ചെയ്യുക നിങ്ങളുടെ കാനുല. അവിടെ എന്തെങ്കിലും വേദനയോ തടിപ്പോ നീർവീക്കമോ അല്ലെങ്കിൽ ചൂടോ റെഡ്നെസ്സോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ റിപ്പോർട്ട് ചെയ്യണം. കാരണം അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ അത് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുവഴി ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ മെഡിക്കേഷൻ അത് കറക്റ്റായിട്ട് വെയിനിലല്ല പോകുന്നത് എന്നൊക്കെയാണ് മനസ്സിലാക്കേണ്ടത്. ആ സാഹചര്യങ്ങളിൽ നമ്മൾ ഈ കാനുല റീസൈറ്റ് ചെയ്യേണ്ട സാഹചര്യമാണ്. സോ പൊതുവേ ഇത്രയ്ക്കേ ഉള്ളൂ. പിന്നെ ഈ കാനുലയുടെ ടോപ്പിൽ നിങ്ങൾക്ക് കളർ ഡിഫറൻസ് നോട്ട് ചെയ്യാൻ പറ്റും. പിങ്ക് കളറുണ്ട്, ഗ്രീൻ കളറുണ്ട്, ഓറഞ്ച് കളറുണ്ട്, ആഷ് കളറുണ്ട്, അങ്ങനെ ഡിഫറെൻറ്റ് കളേഴ്സ് ഉണ്ട്. സോ അത് ഓരോ സൈസിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ചെറിയ കാനുല ആണെങ്കിൽ ബ്ലൂ ആയിരിക്കാം, യെല്ലോ ആയിരിക്കാം. ബിഗ് ആണെങ്കിൽ ആഷ് ഓർ ഓറഞ്ച് അങ്ങനെ ആയിരിക്കും. അത് ഇൻ്റർനാഷണലി റെക്കഗ്നൈസ്ഡ് കളേഴ്സാണ്. സോ അത്രയ്ക്കുള്ളൂ. പിന്നെ ഇത് ഇച്ചിരി പെയിൻഫുൾ ആണ്. സോ ഒരു ഹെൽത്ത് കെയർ പ്രൊഫഷണൽ വന്നിട്ട് നിങ്ങളോട് പറയാണ് നിങ്ങളെ കാനുല മാറ്റാനുള്ള സമയമായി എന്ന് പറഞ്ഞാൽ വേദനയാണെന്ന് കരുതി നിങ്ങൾ അതിനോട് സഹകരിക്കാതിരിക്കരുത്. കാരണം അത് ആക്ച്വലി 3 ദിവസം കഴിഞ്ഞാൽ ഒരു കാനുല റീസൈറ്റ് ചെയ്യുക എന്നുള്ളത് നല്ല കാര്യമാണ്. അവരെ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നവരെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. സോ ആക്ച്വലി ഇറ്റ് ഈസ് സംടൈംസ് ഡിഫിക്കൾട്ട് ടു ഫൈൻഡ് എ വെയിൻ. സോ അവരോടൊപ്പം നിങ്ങൾ പേഷ്യൻ്റായിട്ട് കോപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ആസ് എ പേഷ്യൻ്റ് നിങ്ങൾ നല്ലത്. പിന്നെ വേറെ എന്നാ, ഇത്രയ്ക്കേ ഉള്ളൂ. സോ ഹാൻഡിൽ വിത്ത് കെയർ. ഇൻഫെക്ഷൻ്റെ സോഴ്സാണ്. സോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് സൈൻസോ സിംറ്റംസോ ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴേ ഡോക്ടറെയോ നഴ്സിനെയോ നോട്ടിഫൈ ചെയ്യേണ്ടതാണ്. സോ അത്രയൊക്കെ ഉള്ളൂ കാനുലയെ പറ്റി. സോ എല്ലാവർക്കും കാനുലയെ പറ്റി മനസ്സിലാക്കി എന്ന് വിചാരിക്കുന്നു. ഞാൻ അതിൻ്റെ പടം ഇവിടെ കൊടുത്തേക്കാം. സോ ഇനി ഹോസ്പിറ്റലിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്, ഹോസ്പിറ്റൽ സിറ്റുവേഷനിലേക്ക് കൈൻഡ് ഓഫ് മെഡിക്കേഷൻസ് ഓർ എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും റീഡിങ് അങ്ങനത്തെയൊക്കെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എനിക്കിതിൽ കമൻ്റായിട്ട് ഇടുക. ഞാൻ അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഓക്കെ ദെൻ ബൈ.